എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു പെൻസിൽ പൗച്ചാണ് തയ്ക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പൗച്ച് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലൊരു ക്ലോത്ത് എടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തെ വീതി നമ്മൾ എടുക്കുന്നത് 11 ഇഞ്ചാണ്. അതുപോലെ തന്നെ നമ്മൾ താഴ്ഭാഗത്തേക്ക് എടുക്കുന്നത് 10 ഇഞ്ചാണ്. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ആ ക്ലോത്തിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ക്രേപ്പിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കവർ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ കവർ അല്ലാണ്ട് ഒരു കവറില്ലേ, അതാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ മെയിൻ ക്ലോത്തും ഈ കവറിൻ്റെ ഈ ഒരു ക്ലോത്തും കൂടി ഉണ്ടല്ലോ, നമുക്ക് ഇതുപോലെ 1/4 ഇഞ്ച് വിട്ടിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ നീഡിൽ താത്തിയതിന് ശേഷം ഫൂട്ട് പൊക്കുക. എന്നിട്ട് ഇതുപോലെ തിരിച്ചെടുത്തിട്ട് തയ്ച്ചെടുക്കാം 1/4 ഇഞ്ച് വിട്ടിട്ട് തന്നെ. ഈ ഒരു ചാനലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ക്രോപ്പ് ടോപ്പ്, ഹെയർ ബോസ്, കുപ്പിമൂടി കൊണ്ടൊക്കെ നമ്മൾ ഹെയർ ബോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ 4 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഇതുമായിട്ട് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് 1/4 ഇഞ്ച് വിട്ടിട്ട് 4 ഭാഗവും തയ്ച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സിബ്ബാണ് വേണ്ടത്. നമ്മൾ സിബിൻ്റെ നല്ല വശം ഇതുപോലെ നമ്മളുടെ ക്ലോത്തിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വയ്ക്കുക. നമ്മൾ നല്ല വശം എന്ന് പറയുമ്പോൾ സിബിൻ്റെ റണ്ണർ വരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മൾ സിബിൻ്റെ തൊട്ടടുത്തൂടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ അങ്ങ് മറിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലൂടെ. ഇനി നമുക്ക് ഇതിൻ്റെ സിബ് അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. ഈ മടക്കി കൊടുക്കുന്നത് നമ്മൾ സിബിൻ്റെ മുകളിലേക്കാണ് കേട്ടോ. അപ്പം ഇനി നേരത്തെ നമ്മൾ തയ്ച്ചെടുത്ത പോലെ തന്നെ നമുക്ക് താഴ്ഭാഗം വരെ തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിബ് അങ്ങ് ഓപ്പൺ ആക്കി കൊടുക്കാം. ഓപ്പൺ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്ച്ചെടുത്ത പോലെ തന്നെ നമുക്ക് പതിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അതാവും നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സിബ് അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ സിബ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ താഴ്ഭാഗത്തുള്ള ഇതിൻ്റെ സെൻറ്റർ ഭാഗമല്ലേ, അവിടെ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുക. രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനെ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡിലും ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം സിബിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും കൂടി ചേർത്ത് വയ്ക്കുക. നമുക്ക് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. കെട്ടിട്ട് തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡ് ആവുമ്പോൾ റണ്ണർ അകത്തേക്ക് വലിച്ചതിന് ശേഷം ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് 1/2 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന സിബിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. നമുക്കിനി ഈ തയ്യത്തുമ്പിൻ്റെ അവിടെ നിന്നും 1 ഇഞ്ച് ഇതുപോലെ അകത്തോട്ടാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ തയ്യൽ തുമ്പിൽ നിന്നുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അളവെടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു സ്ക്വയറായിട്ട് വരച്ചെടുക്കാം. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ 1 ഇഞ്ചിൽ മാർക്കിങ് കൊടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തെടുത്ത പോലെ തന്നെ മറ്റുള്ള 2 സൈഡിലും നമ്മൾ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ 4 സൈഡിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ആ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കാം. എല്ലാ സൈഡിലും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗത്തൊന്ന് കെട്ടിട്ട് തയ്ക്കാം കേട്ടോ. നമ്മളിപ്പോൾ കട്ട് ചെയ്തപ്പോൾ നേരത്തെ കെട്ടിട്ട് തയ്ച്ചതെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ ഒന്ന് കെട്ടിട്ടിട്ട് എടുക്കാം. ഇനി ഈ സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ കെട്ടിട്ട് തയ്ച്ചെടുക്കാം. ഇനി ഈ സൈഡ് ഉണ്ടല്ലോ, ഇതുപോലെ മടക്കുക കേട്ടോ. നമ്മൾ ആ സെൻറ്റർ ഭാഗത്ത് ചെറിയ കട്ട് കൊടുത്തിട്ടില്ലേ, ആ ഒരു കട്ടിങ്ങിൻ്റെ ഭാഗവും നമ്മൾ തയ്ച്ചെടുത്തിട്ടില്ല ആ തയ്യലിൻ്റെ സെൻറ്റർ ഭാഗം കൂടി ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ മടക്കി നമുക്ക് 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം. ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ഈ 3 ക്ലോത്തും കൂട്ടിയിട്ട് വേണം നമ്മൾ മടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നേരത്തെ തയ്ച്ചെടുത്ത പോലെ തന്നെ 1/4 ഇഞ്ച് വിട്ടിട്ട് ലോക്ക് ചെയ്ത് തയ്ച്ചെടുക്കാം.
ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള 2 സൈഡും കൂടെ തയ്ച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഇതിനെ ഒന്ന് മറിച്ചെടുക്കാം. നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്